ഭഗവാനേവ ഏക ആസേദം അഗ്ര ആത്മാത്മനം വിഭു. ഇത് ചതുശ്ലോകി ഭാഗവതത്തിന്റെ ആവർത്തനമാണ്. അഗ്രേ, ആരഗ്രേ പറഞ്ഞല്ലോ ചതുശ്ലോകി ഭാഗവതത്തിൽ. സത്തിന്റെയും അസത്തിന്റെയും ആരംഭത്തിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിക്കണേ, ഈ പറയുന്നത് ആവർത്തിക്കാനാണ്. ഭഗവാനേക ആസേദം, ഭഗവാനേ ഉണ്ടായിരുന്നുള്ളൂ. അഗ്ര, അഗ്ര ആരംഭത്തിൽ. ആത്മാത്മനം വിഭു. ഞാൻ പറഞ്ഞു, രണ്ട് ആത്മാ എന്നുള്ള ശബ്ദം വന്നാൽ ഒരാത്മാ എന്നുള്ളതിന് അർത്ഥം മനസ്സെന്ന് അർത്ഥം. അപ്പൊ മനസ്സാകുന്ന ആത്മാവിനും മുമ്പ് ആത്മാവായിരിക്കുന്ന ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധ വയ്ക്കൂ. അപ്പൊ മനസ്സെന്ന് പറയുന്നത് ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ നിന്നും പ്രകടമായിരിക്കുന്ന ഒരു ശക്തി മാത്രമാണ്. ഏത്? മനസ്സ്. വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്. വാട്ട് ഈസ് മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാനിഫെസ്റ്റഡ് ആണ്, പ്രകടമായതാണ്. എവിടുന്നാണ് പ്രകടമായിരിക്കുന്നത്? എവിടുന്ന പ്രകടമായിരിക്കുന്നത്? ഒരു വിത്തിന് മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ വിത്തിൽ, ഒരു പയറിന്റെ വിത്ത്, നിങ്ങൾ ചെറുപയറിന്റെ വിത്ത് വെള്ളത്തിലിടണം. അപ്പൊ അതിൽ നിന്നൊരു മുള പൊട്ടുമല്ലോ. ഒരു വിത്ത് നിങ്ങൾ ചട്ടിയിലിട്ട് വറക്കണോ, അതും നിങ്ങൾ വെള്ളത്തിലിടണം. അപ്പൊ ഒന്ന് വറക്കാത്ത വിത്താണ്, ഒന്ന് വറുത്ത വിത്താണ്. ഏത് മുളയ്ക്കും? എന്തുകൊണ്ട് വറുത്തത് മുളയ്ക്കുന്നില്ല? രണ്ടും വിത്തല്ലേ. ഒന്നിൽ മുളയ്ക്കാനുള്ള ഒരു ശക്തി നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ മറ്റൊന്നിലോ മുളയ്ക്കാനുള്ളൊരു ശക്തിയുണ്ട്. ഇതുപോലെ നമ്മുടെ മനസ്സിന് ചിന്തിക്കാനുള്ള ഒരു ശക്തി അതാര് കൊടുത്തു? അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ചിന്തിക്കാനുള്ള ശക്തി അത് മനസ്സിൻ്റെതല്ല. വാസ്തവത്തിൽ അത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൻ്റെ. മുളയ്ക്കാനുള്ള ശക്തി വിത്തിൻ്റെതായിരുന്നു എങ്കിൽ വിത്ത് വറത്താലും വിത്ത് മുളയ്ക്കേണ്ടതായിരുന്നു. അത് വിത്തിൻ്റെ അല്ല. അതെവിടുന്ന് വന്നു? അത് വിത്തിലും എല്ലാറ്റിലുമുണ്ട്. പക്ഷെ അതിനെ വറുത്തു കഴിഞ്ഞാൽ പിന്നെ വിത്തിനൊരിക്കലും മുളയ്ക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ഒന്നുകൂടി വ്യക്താക്കാം. ചിന്തിക്കൂ നിങ്ങൾ. അതായത് നമ്മുടെ സ്വന്തം ജീവിത അനുഭവങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചെടി, അതിനെ തണ്ട് മുറിച്ചിട്ട് മാറ്റി വയ്ക്കാം, കുഴിച്ചിടാൻ നമുക്ക് സാധിക്കും വിചാരിക്കുക. ആ തണ്ട് നിങ്ങൾ ഉണക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുഴിച്ചിട്ടിട്ട് കാര്യമുണ്ടോ? അതിനാ പച്ചപ്പുള്ളപ്പോഴാണ് കുഴിച്ചിട്ടാൽ അത് വീണ്ടും തഴച്ചു വരുന്നത്. അപ്പോ അത് തണ്ടാണ് മുളയ്ക്കുന്നതെങ്കിൽ അത് ഉണങ്ങിയാലും അത് മുളയ്ക്കണം. അപ്പൊ അതിലെന്തോ നേരത്തെ ഉണ്ടായിരുന്നൊരു ശക്തി ഉണങ്ങിയപ്പോ അത് ഇല്ലാതെയാകുന്ന സമയത്ത് പിന്നെ അത് മുളയ്ക്കുന്നില്ല. അപ്പൊ ഇതിനൊക്കെ പ്രേരണ കൊടുക്കുന്ന ഒരു ശക്തി അന്തർലീനമാകുന്നത് കൊണ്ടാണ് അതിന് മുളയ്ക്കാനും പ്രകടമാവാനും സാധിക്കുന്നതെങ്കിൽ, എൻ്റെ മനസ്സിനെ ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ അതിനെ ചിന്തിപ്പിക്കാനുള്ളൊരു ശക്തി വേണം. ആ ശക്തിയാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് ഭാഗവതം ഭഗവാനേത ആസേതം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഭഗവാൻ എന്ന് വിളിച്ചിരിക്കുന്നത്. നേരത്തെ ചതുശ്ലോകി ഭാഗവതത്തിൽ അഹം എന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിലോ ആ വാക്കുകളുടെ വ്യത്യാസം കണ്ടു നിങ്ങൾ? അഹമേവ ആസേത് അഗ്രേ എന്ന് അവിടെ പറഞ്ഞപ്പോ ഇവിടെ പറയുന്നു ഭഗവാനേക. എല്ലാറ്റിൻ്റെയും പിന്നിൽ ഭഗവാൻ എന്നൊരു ശക്തിയുണ്ട് എന്ന് പറയാണ്. അപ്പൊ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ കൂടെ ആര് വേണം? അപ്പൊ നിങ്ങൾ ചീത്തത് ചിന്തിക്കുമ്പോഴും നല്ലത് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ആരുണ്ട്? ഭഗവാൻ. ഓരോ ചിന്തയുണ്ടല്ലോ ആ മനസ്സാകുന്ന വിത്തിന്റെ മുളയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചിന്തിക്കാം, നല്ലതും ചിന്തിക്കാം, ചീത്തതും ചിന്തിക്കാം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണത്? നല്ലത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ആരോടെടുക്കും? ഭഗവാനോടെടുക്കും. ചീത്തത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതിനെക്കുറിച്ച് ചിന്തിക്കുന്നു? അതിനോടെടുക്കും. ഞാൻ മരിച്ചുപോയ എൻ്റെ പുത്രനെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ ആണ് ചിന്തിക്കുന്നതെങ്കിൽ മനസ്സതിലുണ്ടാവും. ആത്മേശാനുഗതോ ആത്മാ നാനാമതി ഉപലക്ഷണം. അങ്ങനെയുള്ള ആ ഭഗവാൻ ആത്മേശാനുഗതോ ആത്മാ. ഒരു ചിന്തകളും അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ഉള്ളിൽ നിന്നും 3 ശക്തികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അങ്ങനെ ഇച്ഛാശക്തി എന്ന് പറയുന്ന ആ ഒരു വികാരം വരാതിരുന്നപ്പോ ആ നാനാമതി ഉപലക്ഷണ, ഒരു നാനാത്വവും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു.
ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഭഗവാനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്? എന്തെങ്കിലും മനസ്സിലൊരു ഇച്ഛ വരുന്ന സമയത്ത് ഭഗവാനിൽ നിന്നും പൊട്ടിമുളച്ചു നമ്മൾ. എന്നിട്ടോ സവായേവ ഏഷ തഥാ ദൃഷ്ടാനാപശ്യൽ ദൃശ്യമേകരാൾ മേനേ സന്തമിവാത്മാനം സുപ്തശക്തിര സുപ്തൃതിൽ സവാ ഏഷ തഥാ ദൃഷ്ട നാപശ്യൽ ദൃശ്യം. ആ ദൃഷ്ടാവ് ദൃശ്യം നാപശ്യം. ആ ദൃഷ്ടാവ് ദൃശ്യത്തെ കണ്ടില്ല. അപ്പൊ ദൃഷ്ടാവ് ദൃശ്യം. ഈ വാച്ച് എനിക്ക് ദൃശ്യം, നിങ്ങൾക്കും ദൃശ്യം അല്ലെ? ഇനി നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഈ വാച്ചിനെ ഒന്ന് മനസ്സിൽ കാണൂ. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലിരിക്കുന്ന വാച്ച് ദൃശ്യം കൂടെ വന്നില്ല. ഈ വാച്ച് ദൃശ്യം, നോക്കുന്ന ഞാൻ ദൃഷ്ടാവ്. അങ്ങനെയല്ലേ? ഇനി നമ്മൾ വാച്ച് എടുത്ത് മാറ്റിവെച്ചു. ഇനി പറയാണ് വാച്ച് എവിടെ കാണണം? മനസ്സിൽ കാണണം. അപ്പോഴും മനസ്സിൽ കാണുന്ന വാച്ച് ദൃശ്യം. ആരാണ് ദൃഷ്ടാവ്? ഒരേ മനസ്സിന് ദൃശ്യമാവാം, ദൃഷ്ടാവാം. മനസ്സല്ല ദൃഷ്ടാവായിത്തീരുന്നത്. നിങ്ങൾ ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത്, അല്ലേ? മനസ്സിൽ രൂപം വരുന്നത് ഇത് വാച്ചാണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യമുള്ളത് ആരാ ബോധിപ്പിച്ചു തരുന്നത്? ബുദ്ധിയാണ്. അപ്പൊ നമുക്ക് മനസ്സിനെ ദൃശ്യമാക്കി കാണാനുള്ള കഴിവുണ്ട്. മനസ്സിലുള്ള ചിന്തകൾ മുഴുവൻ നിങ്ങൾക്ക് ദൃശ്യമായി കാണാൻ സാധിച്ചാൽ ഇതിനെയൊക്കെ കാണിച്ചു തരുന്ന ഒരു ശക്തി, ആ ശക്തി ഉള്ളത് കൊണ്ടാണെന്ന് ബുദ്ധി കൊണ്ട് ബോധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങളിൽ നിന്നും ശ്രദ്ധയെടുത്ത് മാറ്റാൻ വേണമെങ്കിൽ നമുക്ക് സാധിക്കും. ഇതിനെയാണ് സാക്ഷിഭാവം എന്ന് പറയുന്നത്. വളരെ രസകരമായി നമ്മുടെ ആചാര്യന്മാര് പറയുന്ന ഒരു ഭാവമാണ് സാക്ഷിഭാവം. അതായത് നിങ്ങൾ വീടിന്റെ ബാൽക്കണിയിലിരിക്കണം, എന്നിട്ട് താഴെ റോട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ആ റോട്ടിലൂടെ ആളുകൾ പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. നിങ്ങൾ ആരാണ്? അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെന്റ് ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാഫിക് ഐലൻഡിലെ പോലീസുകാരനെ പോലെ അയാൾ കണ്ടുകൊണ്ടിരിക്കണേ ഉള്ളൂ. അയാൾ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, വാഹനങ്ങൾ പോകുന്നുണ്ട്. ഓരോ വാഹനത്തിൽ ചിലപ്പോൾ ചിരിച്ചു പോകുന്നവരുണ്ടാവും, കരഞ്ഞു പോകുന്നവരുണ്ടാവും, പരാതി പറഞ്ഞു പോകുന്നവരുണ്ടാവും, ഇല്ലേ? പല സ്വഭാവങ്ങളും പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇദ്ദേഹം അതിനെല്ലാം വെറുമൊരു സാക്ഷിയാണ്. സൂര്യനെ വിളിക്കും കർമ്മസാക്ഷി എന്ന്. ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ കുറച്ചു നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളിലും ഒരു സാക്ഷിഭാവമുണ്ട്. ഈ മനസ്സെന്ന് പറയുന്നത് എന്തൊക്കെ ചിന്തിക്കുന്നുവോ, എന്തൊക്കെ മനസ്സ് പ്രതീക്ഷിക്കുന്നുവോ അതിനൊക്കെ മാറി നിന്ന് കാണാനുമുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ അതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നാലുണ്ടല്ലോ നമുക്ക് മനസ്സിലെ ചിന്തകളെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു ചിന്തയ്ക്ക് പകരം മറ്റൊരു ചിന്ത നമുക്ക് എന്റർടൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണം. അതിൽ തന്നെ ഒട്ടി നിന്നാലോ ഒരു കുട്ടി കളിപ്പാട്ടത്തിന് വേണ്ടി കരയുന്ന സമയത്ത് ആ കളിപ്പാട്ടം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യണം? വേറെ ഒരു കാര്യത്തിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിക്കണം. അതിൽ തന്നെ ഒട്ടി നിന്നാൽ പറ്റില്ലേ? പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതിന് ശ്രദ്ധ തിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എൻ്റെ മനസ്സിനെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു കഴിവ് എന്നിലുണ്ട്. ആ കഴിവുണ്ടാവണമെങ്കിൽ ഞാൻ കൂടുതൽ എൻ്റെ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കണം? ഭഗവാനിലേക്ക്. കാലവത്യാത്മായായം ഗുണമയ്യാമതോക്ഷജാം പുരുഷേണാത്മഭൂതേന വീര്യമാദത്ത വീര്യവൻ. ഇനി ഭഗവാന്റെ ആ സൃഷ്ടികളെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. പറയുന്നു കാലവൃത്യ. പിന്നെ എങ്ങനെയാണ് ഈ ഇച്ഛകളും ജ്ഞാനവും കർമ്മവും ഒക്കെ പ്രകടമാവുന്നത്? ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇതൊക്കെ പ്രകടമാവുന്നത് കാലത്തിന്റെ പ്രേരണ കൊണ്ടാണ്. കാലം പ്രേരിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഒരു ആൺകുട്ടി അച്ഛനാവാനുള്ള കഴിവുണ്ടെങ്കിലും എപ്പോഴേ അവന് അച്ഛനാവാൻ പറ്റുള്ളൂ? കാലം പ്രേരിപ്പിക്കണം. അതുപോലെ പെൺകുട്ടി അമ്മയാവാനുള്ള കഴിവാവണമെങ്കിൽ കാലപ്രേരണ വേണം. ഇതുപോലെ നമ്മൾ രാവിലെ ആയാൽ എണീക്കണോ? ആര് പ്രേരിപ്പിക്കണോ? കാലം പ്രേരിപ്പിക്കണോ? ഇങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്നത് കാലമാണ്. മനസ്സിനെയും കുറേയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് കാലമാണ്. മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്.
അതിന് കാലത്തിനനുസരിച്ചൊഴുകാനും സാധിക്കും, അതിന് കാലത്തിന് അതീതമായി ചിന്തിക്കാനും സാധിക്കും. കാലത്തിന് അതീതമായി ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആത്മീയ വിചാരത്തിലേക്ക് തന്നെ വരണം. കാരണം ആത്മാവ് മാത്രമാണ് കാലത്തിനും അതീതമായിട്ടുള്ളത്. ഭട്ടതിരിപ്പാട് തുടക്കം തന്നെ അങ്ങനെയല്ലേ പറയുന്നത്? സാന്ദ്രാനന്ദാഭബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. സാന്ദ്രാനന്ദാവബോധം, ഈ ബോധമുണ്ടല്ലോ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മബോധമുണ്ടല്ലോ, കാലദേശാവധിഭ്യാം, കാലത്തിൽ നിന്നും ദേശത്തിൽ നിന്നും നിർമുക്തമാണ്. അതിനെ തൊടാൻ ആർക്ക് സാധ്യല്ല? കാലദേശങ്ങൾക്ക് സാധ്യല്ല. വളരെ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ശരീരത്തെ ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കാലത്തിനറിയാം. വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നത് കാലനിയോഗമാണ്. കുറേയൊക്കെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് എന്ത് ചിന്തിപ്പിക്കണമെന്നതും കാലത്തിന് സാധിക്കും. പക്ഷെ നിങ്ങൾക്കൊരു ചാൻസ് തന്നിട്ടുണ്ട്, ഒരു ചോയ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാലത്തിന് അനുകൂലമായും പോകാം, കാലത്തിന് അതീതമായിട്ട്, പ്രതികൂലമാവില്ല, കാലത്തിന് അതീതമായി ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ളൊരു കഴിവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ അതീതമായി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നിൽ കാലാതീതമായി എന്താണ് ഉള്ളത്. ഇത് നിങ്ങൾ ആധ്യാത്മികമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിന്റെ ഒരു തിയറി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. മാറ്റർ നശിച്ചാലും എനർജി നശിക്കുന്നില്ല എന്ന ലോകത്തിന്റെ കണ്ടുപിടുത്തം, അത് നമ്മളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ശരീരം നശിച്ചാലും മനസ്സും നശിക്കുന്നില്ല. മനസ്സിനെ ഉണർത്തുന്ന, മനസ്സിനെ നിലനിർത്തുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യവും നശിക്കുന്നില്ല. അപ്പൊ എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥൂല വിചാരത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരണം. ഈ സൃഷ്ടി എന്ന് പറയുന്നത് സൂക്ഷ്മത, സ്ഥൂലമാകുന്നതാണ് സൃഷ്ടി. ആത്മീയത എന്ന് പറയുന്നത് സ്ഥൂലതയിൽ നിന്നുകൊണ്ട് സൂക്ഷ്മത ചിന്തിക്കുന്നതാണ് ആത്മീയത. അപ്പൊ രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. സ്ഥൂലതയുടെ കൂടെ നിൽക്കാനും സാധിക്കും, സൂക്ഷ്മത നമ്മൾ ചിന്തിക്കാനും സാധിക്കും. സൂക്ഷ്മതയിലേക്ക് നമുക്ക് പോവാൻ സാധ്യല്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് എത്ര മെലിയിപ്പിക്കാൻ പറ്റും? ഒരാനയെ നമുക്ക് എത്ര ഡയറ്റിങ് ചെയ്യിക്കാൻ പറ്റും? ഒരു പരിധിയുണ്ട് അതിനൊക്കെ, അപ്പുറമൊന്നും പോകാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങൾ എത്ര തടി കുറയ്ക്കാൻ ശ്രമിച്ചാലും തടി കൂടുക എന്നല്ലാതെ തടി കുറയില്ല. കുറെ മെനക്കെട്ട് നോക്കാമെന്ന് മാത്രം. പക്ഷേ ഒന്നുണ്ട്, ശരീരം കൊണ്ട് നമുക്ക് സൂക്ഷ്മമാവാൻ പറ്റില്ല. ഏതുകൊണ്ട് പറ്റും? മനസ്സുകൊണ്ട്. അത് നമ്മൾ അഭ്യസിച്ചെടുക്കണം. അങ്ങനെ ഭഗവാൻ മഹൽതത്വമായി, മഹത്തത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മനസ്സുകളെയും ചേർന്ന മനസ്സിനെയാണ് എന്ത് പറയുക? മഹത്തത്വം. അതിൽ നിന്ന് അഹങ്കാരം എന്ന തത്വമുണ്ടായി. പിന്നെ മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളൊക്കെ വികസിച്ചു. പിന്നെ ഇങ്ങനെ ലോകവികാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പറയാണ്, ഇന്ദ്രിയങ്ങളൊക്കെ കൂടി ചേർന്ന് ഭഗവാനെ സ്തുതിച്ചൊരു സ്തുതി, ദേവന്മാരുടെ സ്തുതിയെ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം യന്മൂല ഏതോ യഥയോഞ്ചസോരു സംസാര ദുഃഖം ബഹിരുക്ഷിപന്തി. ഇന്ദ്രിയങ്ങളൊക്കെ ദേവനെ സ്തുതിക്കുകയാണ്, ഭഗവാനെ. ഇതിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു ഈ ഭാഗം വരുന്നത് ചാന്തോക്യ ഉപനിഷത്തില്, അവിടെ 5-ാമത്തെ അധ്യായത്തിൽ ഈ പ്രകരണം വരുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു ഗർവ് വന്നത്രേ. എന്താ ഗർവ്? അവരുടെ വിചാരം അവരൊക്കെ ഉള്ളത് കൊണ്ടാണത്ര ഈ ശരീരം നിലനിൽക്കുന്നത്. ഒരു കേമത്വം. അപ്പൊ കണ്ണ്, മൂക്ക്, കാത്, ചെവി ഇവരൊക്കെ കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു. കണ്ണ് പറഞ്ഞു, ഞാനില്ലെങ്കിൽ കാണാൻ ശരീരത്തിന്റെ അവസ്ഥ, ശവം കെട്ട് നാറുന്ന് പറഞ്ഞു. ഉടനെ വായ പറഞ്ഞു, വലുത് അകത്തേക്ക് ചെരണം മാഷേ, അത് ഞാൻ തന്നെ മെനക്കെടണം. നീ വിചാരിച്ച എന്ത് നടക്കും? അങ്ങനെ ഇവർക്കൊക്കെ ഭയങ്കര അസൂയയും വിദ്വേഷവും, ഞാനുള്ളത് കൊണ്ടാണ് ശരീരം നിൽക്കുന്നതെന്നുള്ള മാത്സര്യ ബുദ്ധിയും. അപ്പൊ അവസാനം ഉള്ളിലിരിക്കുന്ന പ്രാണവായു പറഞ്ഞു, നിങ്ങൾ ഈ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്കൊരു കാര്യം ചെയ്യാലോ, പരീക്ഷിച്ചു നോക്കാലോ. എന്താ പരീക്ഷണം? ഓരോരുത്തരും കുറച്ചു ദിവസം മാറി നിൽക്കുക. എന്നിട്ടും ഈ ശരീരം നിലനിൽക്കുന്നുവെങ്കിൽ ഉപനിഷത്തിൽ പറയുന്നത് വളരെ രസമാണ്. യസ്മിൻ ഉൽക്രാമന്തേ ശരീരം പാപിഷ്ടതരം ഇവ ദൃശ്യതേ സ ഏവ ശ്രേഷ്ഠ ഇതി. ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടും ഈ ശരീരം പാപിഷ്ടതരം, ശവമായി തീരുന്നില്ലെങ്കിൽ അവരാണ് ശ്രേഷ്ഠന്മാർ. അപ്പൊ അങ്ങനെ ഒരു ബെറ്റ് വെച്ചു. അങ്ങനെ നറുക്കെടുത്തു. ആദ്യം പോകുന്നത്, ആരെങ്കിലും ഒരാൾ പോകണമല്ലോ ആദ്യം വാക്കുപോയി എന്നാണ്. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് പോയി. ഒരു കൊല്ലം ഇയാൾ മിണ്ടാതെ. ഒരു കൊല്ലം കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ
ശരീരത്തിന് ഒരു കുഴപ്പവും പറ്റിയില്ല. ആളാണെങ്കിൽ പണ്ടത്തേക്കാൾ ഉഷാറായിട്ടായിരിക്കണത്. കാരണം ഇപ്പൊ ഒക്കെ ആംഗ്യഭാഷയിലൂടെ കാര്യങ്ങൾ. വാക്ക് പേടിച്ചു ഇയാൾ എന്തെങ്ങനെയൊക്കെ കാണിക്കണം, ട്രാഫിക് പോലീസുകാരൻ കാണിക്കണ പോലെ. അപ്പൊ കണ്ണ് പറഞ്ഞു, നോക്കടാ, നീയില്ലെങ്കിൽ ഈ ശരീരം നിൽക്കുന്നു, മനസ്സിലായില്ലേ? അങ്ങോർക്ക് ഇപ്പൊ സൗകര്യമായി. കാരണം ഭാര്യയോടും മക്കളോട് അധികമൊന്നും വർത്തമാനം പറയണ്ട, ഒക്കെ ആംഗ്യം കാണിച്ചാൽ മതി. ഭാര്യയും മക്കളും ആംഗ്യം കൂടുതലാവുമെന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്തു കൊടുക്കും കാര്യങ്ങൾ. കാരണം ചിലപ്പോൾ ആംഗ്യം അവിടെ കൊണ്ട് നിൽക്കില്ലേ, ചിലപ്പം വേറെ രൂപത്തിലൊക്കെ വരും അത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഉഷാറാവുക ചെയ്തത്. അപ്പൊ ഇത് കണ്ടപ്പോ കാത് പറഞ്ഞു, ഇനി ഞാൻ പോയി നോക്കാം, എന്നാ കാണാലോ അവസ്ഥ. 1 വർഷത്തേക്ക് കാത് പോയി. കാത് തിരിച്ചു വരണു 1 വർഷം കഴിഞ്ഞിട്ട്. അപ്പോഴോ ചെവിയിലൊരു സാധനം കയറി കൂടിയിരിക്കണം. കാത് സൂക്ഷിച്ചു നോക്കി, ഇതെന്താ അവിടെ ഒരു സാധനം എന്ന്. അഡീഷണൽ ഗ്രോത്ത് ഒക്കെ വന്നതാണോ എന്ന്. അപ്പൊ കണ്ണ് പറയണ 1 ലക്ഷത്തിൻ്റെയാ, എയ്ഡ് വെച്ചിരിക്കുക. സംഗതി കേൾക്കണ്ട് കുറച്ചൊക്കെ. പിന്നെ എന്താ വെച്ചാൽ ലോറിയും ബസ്സൊക്കെ വരുമ്പോഴാണ് വലിയ പ്രശ്നം, അതിൻ്റെ കലർച്ച വളരെ കൂടുതലായിരിക്കും. അപ്പോ കാതിന് മനസ്സിലായി ഇങ്ങനെ ഒരു കുന്തമുള്ളത് കൊണ്ട് ഞാൻ പോയാലും കുറച്ച് ദിവസത്തേക്ക് പല്ല് വിചാരിച്ചു, നീ ഞാനാണല്ലോ അങ്ങോട്ട് ചവച്ചരച്ച് വിടുന്നത്, ഞാനില്ലെങ്കിൽ നോക്കാന്ന്. പല്ല് പോയി. വന്നു നോക്കുമ്പോൾ പല്ലിന് സ്ഥലമില്ല. കാരണം വേറെ സാധനങ്ങൾ കയറി കൂടിയിട്ടുണ്ടേ. മെയ്ഡ് ഇൻ ജപ്പാനൊക്കെ അതിനുള്ളിലിരിക്കുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ. പല്ല് വിചാരിച്ചു ഇനിയിപ്പോ ഞാനെവിടെയാ നിൽക്കുക, ഒരു രക്ഷയില്ല. പല്ല് പോയിട്ടും കാര്യമില്ല. കണ്ണുപോയി നോക്കി. കണ്ണുപോയപ്പോഴോ കണ്ണ് വന്ന് നോക്കുമ്പോൾ കണ്ണിന്റെ മുകളിൽ പുതിയൊരു സാധനം കയറിയിരിക്കണം. കണ്ണടയൊക്കെ വന്നിട്ടുണ്ട്, പുതിയൊരു സാധനം. പിന്നെയോ ഇദ്ദേഹത്തിന് പിന്നെ ഭാര്യയും മക്കളും ഒരു ജോലിയും പറയില്ല. വളരെ സുഖമായിട്ടൊരു ഭാഗത്ത് അങ്ങനെ ഇരുന്നാൽ മതി. ഒരു പണിയില്ല, എല്ലാ കാര്യങ്ങളും നടക്കണം. ബസ്സിലാണെങ്കിലോ സീറ്റും ഉണ്ട്, അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും അബദ്ധത്തിൽ തൊട്ടാൽ പോലും പ്രശ്നവുമില്ല, അല്ലെങ്കിൽ നാട്ടുകാർ അടി പിടിക്കേ. അങ്ങനെയുള്ള സൗകര്യങ്ങളായി. എന്തൊക്കെയായാലും സൗകര്യങ്ങൾ കൂടുക എന്നല്ലാതെ സൗകര്യമൊന്നും കുറഞ്ഞിട്ടില്ല. കണ്ണിനെ മനസ്സിലായി കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തർ പോയി നോക്കിയിട്ടും ഈ ശരീരം നിലനിർന്നു. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ആ ചൈതന്യ സ്വരൂപനായ ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ നിശ്ചയിച്ചു. അപ്പോഴേക്കും കണ്ണുതാ പോകുന്നു, കാതുതാ പോകുന്നു, പ്രാണനിതാ പോകുന്നു, ശ്വാസം കെട്ടടങ്ങണു, വായ വരളുന്നു, മൂക്കാകെ പ്രശ്നമായി, ശ്വാസം മുട്ടണു. ആകെ എല്ലാവരും അസ്വസ്ഥരായപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മൾ പോകുമ്പോഴല്ല ഇത് മരിക്കുന്നത്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ശക്തിയുണ്ട്. ആ